ക്ഷാമമുള്ളവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു. പിന്നത്തേതിൽ അവർ ശക്തന്മാരായിട്ട് തീർന്നതിന്റെ പിന്നില് ഒരഭിഷിക്തന്റെ കൂടെ നടന്നപ്പോൾ, അഭിഷിക്തന് ദൈവം കൊടുത്ത ദർശനത്തിന് ഒത്തവണ്ണം ഒത്തൊരുമിച്ച് നിന്നു. ഇല്ലായ്മയിലും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒരുമിച്ച് നിന്നപ്പോൾ അവർക്ക് ലഭിക്കേണ്ടുന്ന സകലവിധമായ അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സ്ഥിതിഗതികൾ മാറും എന്നുള്ളതിന് സംശയമില്ല, ഞെരുക്കങ്ങൾ മാറും എന്നുള്ളതിന് സംശയമില്ല. ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ 8-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്തിൽ, ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യവും 22-ാമത്തെ വാക്യവും 32-ാമത്തെ വാക്യവും നമ്മൾ നോക്കുന്ന സമയത്തിൽ, പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും. നേരത്തെ ആരായിരുന്നു? ദാരിദ്ര്യവാസികളായിരുന്നു. ഇപ്പൊ ആരായി? ദാവീദിന്റെ കൂടെ ഇരിക്കുന്നവർ. വീരന്മാരും യുദ്ധാഭ്യാസികളും ഗദ്യരെ പിരിഞ്ഞു വന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോടുകൂടി ചേർന്ന് അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരുമായിരുന്നു. നേരത്തെ ഈ പുള്ളിക്ക് കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിന്ന പുള്ളികളാണ്. നേരത്തെ ഞെരുങ്ങി 24 മണിക്കൂറും പുറുപുറുപ്പോടുകൂടി നടന്ന സാധാരണക്കാരനായിരുന്നു. ഈ സാധാരണക്കാരനായിരുന്ന 400 പേരെ തൻ ഒപ്പം ചേർത്ത് നിർത്തിയപ്പോൾ അവർ ഒരുമിച്ച് ദൈവിക പദ്ധതികൾക്കകത്ത് ഐക്യതയോടെ സ്നേഹത്തോടുകൂടി ദർശനത്തിന് എൻ്റെ ബോസിന് ഒരു ദർശനം കൊടുത്തിട്ടുണ്ട്, എൻ്റെ രാജാവിന് ഒരു ഭാവി രാജാവിന് അല്ലെങ്കിൽ ദാവീദിന് ഒരു ദർശനം കൊടുത്തിട്ടുണ്ട്. ആ ദർശനത്തിനോട് ഒപ്പം ഈ കടക്കാരന്മാരെല്ലാം കൂടെ ചേർന്ന് നിന്നപ്പോൾ, ഈ ഞെരുങ്ങിയവന്മാരെല്ലാവരും കൂടെ ചേർന്ന് നിന്നപ്പോൾ, ഈ പിറുപിറുക്കുന്നവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നപ്പോൾ അവരായിത്തീർന്നു. അവർ സിംഹമുഖമുള്ളവരായി തീർന്നു. ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നവർക്ക് പറയുന്ന പേരാണ് സിംഹം. ഒരു മൃഗത്തിനും വഴിമാറി കൊടുക്കാത്ത, നേരത്തെ കടക്കാർ വരുമ്പോൾ ഓടി ഒളിച്ചുകൊണ്ടിരുന്നവൻ ധൈര്യത്തോടെ നിൽക്കാത്ത വിധത്തില് സിംഹമുഖമുള്ളവന്, മാൻപേടകളെ പോലെ വേഗതയുള്ളവർ, നേരത്തെ കഴിഞ്ഞ് ഒന്നിനും താല്പര്യമില്ലാത്ത, ഒന്നിനും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത, ഒന്നിനും കൊള്ളരുതാത്തവരായിരുന്ന വ്യക്തികള് മാൻപേടകളെ പോലെ വേഗതയുള്ളവരും പരിചയം കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ളവന്മാരും വീരന്മാരും യുദ്ധാഭ്യാസികളും ഒക്കെ ആയിട്ട് െങ്കിൽ ഇന്നൊരു പ്രവചനാത്മാവിനാൽ ഇതിനെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് കഴിയപ്പെടുമോ? നേതൃത്വത്തിനൊരു ദർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദർശനത്തിന് ഒപ്പം ദൈവസഭ നിൽക്കുന്നുവെങ്കിൽ നിന്നെ ഒരു വീരനാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുക, നിന്നെ ഒരു ശക്തനാക്കി തീർക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുക. നേതൃത്വത്തിന്റെ ദർശനത്തിന് ഒത്തവണ്ണം നിൽക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ നിന്നെ ദൈവം സിംഹമുഖമുള്ളവനാക്കി മാറ്റും. നിങ്ങൾ വന്നു കയറിയപ്പോൾ ഒരു നന്മകളും നിങ്ങൾക്ക് ഇല്ലായിരുന്നുവെങ്കിൽ, ദാരിദ്ര്യവും ദുഃഖവും പ്രയാസവും ഭാരവുമാണ് എങ്കിൽ, ദൈവത്തിന്റെ ഭക്തന്മാർക്ക് കൊടുത്ത കാഴ്ചപ്പാടിനൊപ്പം ദർശനത്തിന് ഒത്തവണ്ണം നിങ്ങൾക്കും ചേർന്ന് നിൽക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ സ്വർഗത്തിലെ അനുഗ്രഹം നിങ്ങളെ തേടി വരിക. ദാവീദിന് മാത്രമല്ല, ദാവീദിന്റെ കൂടെ നിന്നവർ അനുഗ്രഹിക്കപ്പെട്ടു, ദാവീദിന്റെ ഒപ്പം ഇറങ്ങിയവർ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് പകൽ സമയം അനുഗ്രഹം പ്രാപിച്ചവർ, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് നീ പറയരുത്, നിന്റെ വാക്ചാതുര്യം കൊണ്ട് നീ പറയരുത്, നിന്റെ കഴിവുകൾ കൊണ്ട് നീ പറയരുത്. നീ ഭക്തന്മാർക്ക് കൊടുത്ത ദർശനത്തിന് ഒപ്പം നിന്നതുകൊണ്ട് സ്വർഗം നിന്നെ മാനിച്ചതാണ്. 14-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവർ ഗത്തിരിൽ പടനായകന്മാരായിരുന്നു, നായകന്മാരായിട്ട് അവർ തീർന്നു. അവരിൽ ചെറിയവർ 100 പേർക്കും വലിയവർ 1000 പേർക്കും മതിയായവർ. സ്വന്തം 100 പേർക്കും 1000 പേർക്കൊക്കെ മതിയായ വിധത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് അവർ തീർന്നു. 22-ാമത്തെ വാക്യം, ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്നു. ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. 400 പേര് ദാവീദിന്റെ സഹായിയായിട്ട് തീർന്നപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയല്ല, ലീഡറിനൊരു ദർശനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ലീഡറാക്കി വെച്ചവന് ദൈവം ഒരു കാഴ്ചപ്പാട് കൊടുത്തിട്ടുണ്ട്, ദൈവം അദ്ദേഹത്തെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളും ആ ദർശനത്തിന് മാറ്റം വരാതെ, ഭംഗം വരാതെ ഞങ്ങളൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം കഴിവില്ലാത്ത വ്യക്തികൾ നിന്നപ്പോൾ അവരെല്ലാവരും ശക്തന്മാരായി തീർന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 999 കാലഘട്ടത്തിൽ സഭയ്ക്ക് തന്ന ചില ദർശനങ്ങൾ, സഭയ്ക്ക് തന്ന ചില കാഴ്ചപ്പാടുകൾ, അതിനോടൊപ്പം നിൽക്കുന്ന, അതിനോടൊപ്പം ആരാധിക്കുന്ന, അതിനോടൊപ്പം സഞ്ചരിക്കുന്ന, വഴിക്ക് വെച്ച് തീട്ടിട്ട് പോകാതെ, വഴിക്ക് വെച്ച് തളർന്നു പോകാതെ, വഴിക്ക് വെച്ച് പിന്മാറിപ്പോകാതെ നിൽക്കുന്ന ദൈവസഭയെ, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, അത് നീ അനുഭവിക്കും.
പ്രതിസന്ധികളിലും പോരാട്ടങ്ങളിലും പ്രതികൂലങ്ങളിലും ആമേൻ തൻ്റെ ശരീരമാകുന്ന സഭയോടൊപ്പം പറ്റിപ്പിടിച്ചോടുന്ന ദൈവജനത്തിന് ഒരു വിടുതലുണ്ട്, ഒരു ഐശ്വര്യമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. ദാവീദിന്റെ കൂടെ 400 പേർ ആദ്യം കടന്നു വന്നപ്പോൾ കടക്കാരും അവർ ദരിദ്രരുമായിരുന്നു, ക്ഷാമമുള്ളവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു. പിന്നത്തേതിൽ അവർ ശക്തന്മാരായിട്ട് തീർന്നതിന്റെ പിന്നിൽ ഒരു അഭിഷിക്തന്റെ കൂടെ നടന്നപ്പോൾ അഭിഷിക്തന് ദൈവം കൊടുത്ത ദർശനത്തിന് ഒത്തൊരുമിച്ച് നിന്നു. ഇല്ലായ്മയിലും ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒരുമിച്ച് നിന്നപ്പോൾ അവർക്ക് ലഭിക്കേണ്ടുന്ന സകലവിധമായ അനുഗ്രഹം ലഭിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സ്ഥിതിഗതികൾ മാറും എന്നുള്ളതിന് സംശയമില്ല, ഞെരുക്കങ്ങൾ മാറുമെന്നുള്ളതിന് സംശയമില്ല, കടബാധ്യതകൾ മാറുമെന്നുള്ളതിന് സംശയമില്ല.